ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അങ്കണവാടി ജീവനക്കാർ നടത്തുന്ന അനിശ്ചിതകാല സമരം ഇന്നിപ്പോൾ 4ാം ദിവസമാണ്. പ്രതിപക്ഷ എംഎൽഎമാരുടെ സംഘം പിന്തുണയർപ്പിച്ച് സമരപ്പന്തലിലെത്തിയിരുന്നു. കൊല്ലം ജില്ലയിൽ നിന്നുള്ള അങ്കണവാടി ജീവനക്കാരാണ് ഇന്ന് സമരത്തിന് നേതൃത്വം നൽകിയത്. ടീച്ചറെ എന്നുള്ള വിളിയും കൊച്ചുങ്ങളുടെ സ്നേഹവും മാത്രമാണ് ബാക്കി. തൊഴിലുറപ്പിന് പോകാമെന്ന് വെച്ചാൽ ടീച്ചർ തൊഴിലുറപ്പിന് വന്നോ എന്ന ചോദ്യം പേടിച്ചിട്ട് അതിനും പോകാൻ പറ്റില്ല. സമരക്കാരിലൊരാൾ അവരുടെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. അംഗൻവാടി വർക്കർമാർക്ക് ഓണറേറിയമായി കിട്ടുന്നത് 13,000 രൂപ, ഹെൽപ്പർമാർക്ക് 8,050. കേന്ദ്രത്തിൻ്റെ വിഹിതം, സംസ്ഥാനം നൽകുന്ന തുക, തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വിഹിതം എന്നിങ്ങനെ വെവ്വേറെയാണ് കിട്ടുന്നത്. വർക്കർമാർ 500-ഉം ഹെൽപ്പർമാർ 250 രൂപയും ക്ഷേമനിധിയിലേക്ക് കൊടുക്കുകയും വേണം. ഇതുകൊണ്ട് ജീവിതം കൂട്ടിമുട്ടിക്കാനേ കഴിയില്ലെന്നാണ് സമരത്തിന് വന്നവർ പറയുന്നത്. 21,000 രൂപയും 18,000 രൂപ ആക്കി തരണം. ഞങ്ങൾ ചെറിയ കുട്ടികളെ ഇത്രയും നാൾ നോക്കുന്നതല്ലേ, എല്ലാ അച്ചടക്കവും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അംഗൻവാടിയിൽ നിന്ന് അവരെ പഠിപ്പിച്ചെടുക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് നല്ല ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. 41 വർഷത്തെ സേവനത്തിന് ശേഷം വെറും കൈയോടെ ഞങ്ങളുടെ ഉള്ള ക്ഷേമനിധി പോലും അവർ വാരിയെടുത്തു. അതിൽ നിന്ന് പോലും ഞങ്ങൾക്കിപ്പോൾ ഒന്നും കിട്ടാനില്ല. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ എംഎൽഎമാർ സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന സമരമാണ്, ഒരു സംശയം വേണ്ട. കാരണം സ്ത്രീ ശക്തിയാണ്. കേരളത്തിൽ അങ്ങനെ വലിയ സമരമൊന്നും സ്ത്രീകൾ നടത്തിയിട്ടില്ല, അത്രയും വലിയ സമരമൊന്നുമില്ല. ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തും. ഇത് ജയിക്കുകയും ചെയ്യും. ഈ സമരം ജയിക്കും. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് അംഗൻവാടി ജീവനക്കാരുടെ സമരം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.